ബ്രിട്ടനിൽ നിയമപരമായി താമസിക്കുന്നതിനുള്ള അവകാശം തെളിയിക്കുന്ന രേഖയായി ബയോമെട്രിക് പെർമിറ്റുകൾക്കും കാർഡുകൾക്കും പകരമായി ഏർപ്പെടുത്തിയ വിസയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഇതിന്റെ സമത്വ ആഘാത പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം ഹോം ഓഫീസ് നൽകിയ കത്തിൽ പറയുന്നതായി ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ നീക്കം പ്രായമേറിയവരെയും പുതിയ സാങ്കേതികവിദ്യയിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തവരെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇതിനെതിരെ പ്രചരണം നടത്തുന്നവർ പറയുന്നു. മാത്രമല്ല വിസയിലേക്ക് മാറുന്നതോടെ ചിലരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഹാക്ക് ചെയ്യപ്പെടാൻ ഇടയുണ്ടെന്നും വിമർശകർ പറയുന്നുണ്ട്. ഡാറ്റ പ്രൊട്ടക്ഷൻ പഠന റിപ്പോർട്ടും ഹോം ഓഫീസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർ, ഭാഷാ പരിജ്ഞാനം കുറവുള്ളവർ, പ്രായമായവർ എന്നിവർക്കെല്ലാം വിസ കടുത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും വിമർശകർ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ നടപ്പിലാക്കാനിരുന്ന പദ്ധതി ചില സാങ്കേതിക കാരണങ്ങളാൽ മാർച്ച് 31 വരെ നീട്ടുകയായിരുന്നു. വിസ എടുക്കേണ്ട 40 ലക്ഷത്തിലധികം പേരിൽ ഏകദേശം 0.25% പേർ ഇനിയും ഇത് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.